കൊല്ലം തേവലക്കര സ്കൂളിലെ അപകടമുണ്ടാക്കിയ ക്ലാസ് മുറി നവീകരിച്ചു. തടിപ്പാളികൾക്ക് പകരം ഇരുമ്പ് നെറ്റ് സ്ഥാപിക്കുകയും മറ്റ് സുരക്ഷാ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഇതിന്റെ മരണത്തിന് ശേഷം അടച്ചിട്ട 8B ക്ലാസ് റൂം ഈ അധ്യയന വർഷത്തിൽ തുറന്ന് പ്രവർത്തിക്കും. വിനീഷിന്റെ റിപ്പോർട്ടുകൾ. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് നമ്മളുള്ളത്. 8B എന്ന ക്ലാസ് റൂമിലാണ്. ഈ ക്ലാസ് റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. മിഥുൻ പഠിച്ച ക്ലാസ് ആയിരുന്നു ഇത്. നമുക്കറിയാം 2025 ജൂലൈ 17 മിഥുന് അതിദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുന്നത്. അത് ഈ ക്ലാസ് റൂമിന് സമീപത്ത് ഈ കാണുന്ന ഈ ഷീറ്റിന് മുകളിലൂടെ നടന്നു പോയ സമയത്ത് 3 ഫേസ് ലൈനിൽ പിടിക്കുകയും ഷോക്കേൽക്കുകയും ചെയ്തിരുന്നു. അത് സഹപാഠിയുമായിട്ട് കളിച്ചതിനിടയിൽ ചെരുപ്പ് ഈ ഷീറ്റിന് മുകളിലേക്ക് അകപ്പെട്ടപ്പോൾ ചെരുപ്പ് എടുക്കാനായി കുട്ടി ഇതുവഴി കയറിയാണ്. ചെരുപ്പ് എടുക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായ അന്ത്യം സംഭവിച്ചത്. മനസാക്ഷിയെ ഞെട്ടിച്ച വലിയ ഒരു സംഭവം തന്നെ ആയിരുന്നു. ഈ സംഭവത്തിൻ്റെ നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. നമ്മൾ തേവലക്കര സ്കൂളിൽ ക്ലാസ് റൂമിലാണുള്ളത്. അതിനുശേഷം ഈ ക്ലാസ് ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ ക്ലാസ് റൂമിൽ നിറഞ്ഞ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മിഥുൻ്റെ ഓർമ്മകൾ അവരുടെ പഠനത്തെ ബാധിക്കും എന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടതോടു കൂടിയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ മറ്റൊരു ക്ലാസ് റൂമിലേക്ക് മാറ്റുകയും ഈ ക്ലാസ്സിൽ പഠനം നടത്താതിരിക്കുകയും ചെയ്തത്. എന്തായാലും പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്നു. ഈ ക്ലാസ്സിൽ ഇനിയിപ്പോൾ നിറയെ കുട്ടികളെത്തും, കളിച്ചിരികളെത്തും. പഴയ രീതിയിൽ തന്നെ ഈ ക്ലാസ് റൂം മാറും എന്നുള്ളതാണ്. വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.